വെള്ളക്കെട്ടിനൊരു ശമനവും ഉണ്ടായിട്ടില്ല. മഴ മാറി എന്നിട്ട് ഏകദേശം 10 മണിക്കൂറായി. എന്നിട്ടും ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മഴ വീണ്ടും വരാൻ തുടങ്ങുകയാണ്. മഴ ചെറുതായിട്ട് പൊടിച്ചു തുടങ്ങി. അപ്പോൾ ഈ വെള്ളം ഇനിയും ഉയരാനുള്ള സാധ്യതയാണ്. 2 ദിവസമായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ സമാനമായ ദുരിതത്തിലാണ്. മിനിഞ്ഞാന്ന് മഴ പെയ്ത് വെള്ളം കയറി അവർ ഇന്നലെ രാവിലെ വന്ന് ക്ലീൻ ചെയ്തു. പക്ഷേ ഇന്നലെ വൈകിട്ട് വീണ്ടും മഴ പെയ്തു. ഇപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ആളുകൾ ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ക്ലീനിങ് ആണ് പതിവായിട്ട് നടക്കുന്നത്. ഇഴജന്തുക്കളൊക്കെ അതൊക്കെ കാരണമാണ്. പല ഇഴജന്തുക്കളും വെക്കേണ്ടി ഇതൊക്കെ അടിച്ച് ഒതുക്കി കളയേണ്ടി. ഇതൊന്നും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വേറൊരു പാവങ്ങളുടെ വീടാണിത്. മറ്റുള്ളവർക്കാണ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ഹോസ്റ്റലോ അല്ലെങ്കിൽ മറ്റേ എങ്ങോട്ടേലൊക്കെ പോകാം. ഈ സാധാരണക്കാരൻ എങ്ങോട്ട് പോകും? ഈ കുഞ്ഞുങ്ങൾ മക്കളെ കയറ്റിക്കൊണ്ട് എങ്ങോട്ട് പോകാനാ? അവരുടെ വല്ല ക്യാമ്പുണ്ട് ഗെയിം ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതുങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരണ്ടേ? ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേന്നും പിന്നെ മഴ. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആൾക്കാർ ആരെങ്കിലും വന്നോ? ഇവിടെയൊക്കെ വന്ന് നോക്കിപ്പോകുന്നല്ല കഴിഞ്ഞിട്ട് പരിഹാരം ചെയ്യാന്ന് പറയും. ഇത് നേരത്തെ ഓടിയുള്ള പറച്ചിലാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല. ഇത് ഇവിടെ 5-8 കൊല്ലമായി ഇവിടെ ഈ വെള്ളം ഇപ്പോൾ കയറണത്. അപ്പം തൊടി പറയണതാണ് ഞങ്ങളിത് ഉടനെ ശരി. ആ ശരിയല്ലാതെ ഒന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ഓരോന്നും അങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ജീവനില്ല, പണിക്ക് പോകാൻ പറ്റണില്ല. കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ? ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? മുനിസിപ്പാലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുക. എന്തെങ്കിലും കിടക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല കഴിഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഇവരെ തന്നെ ഉണ്ടാക്കണം. ഇവിടുത്തെ ഒരു നേരത്തെ ടാക്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം വരുമല്ലോ ഇവിടെ ആളെ പേടിപ്പിച്ചുകൊണ്ട്. അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മൈക്ക് അനൗൺസ് നടത്തി നടക്കുമല്ലോ. ഇത് വല്ലതും നടക്കണ്ട. കോടികൾ വേണമെങ്കിൽ തോട് നന്നാക്കാൻ ഇവിടെ ഏൽപ്പിച്ച് ഇബ്രാഹിം കുഞ്ഞ് ഫണ്ടിന് കൊടുത്തിട്ട് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ആ കാശൊക്കെ കൊണ്ട് ഗാനമേളയും മറ്റൊക്കെ നടത്തി ഇത് അവിടം വരെ ഒന്ന് കുറച്ച് ശരിയാക്കി വെച്ച് ഇപ്പോഴും തോടി ഇങ്ങനെയാണ് കിടക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ആയാലും ഗവൺമെൻറ് ആയാലും ഇനിയെങ്കിലും ഈ പാവങ്ങളെ ഇടങ്ങേറാക്കല്ലേ എന്ന് മാത്രമുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ചെയർപേഴ്സന്റെ വാർഡ് തന്നെയാണ്. ചെയർപേഴ്സൺ വന്ന് നോക്കിപ്പോയതാണ്. ചെയർപേഴ്സണെ നിയന്ത്രിക്കുന്നത് വേറെ ആളുകളാണല്ലോ. ചെയർപേഴ്സൺ വന്ന് നോക്കി ചെയ്തു പോകണ്ടേ? മന്ത്രിയുടെ മണ്ഡലം മന്ത്രിയെ വന്ന് നോക്കിപ്പോയതാണൊക്കെ പറഞ്ഞതാണ്. ഈ തവണ വന്നില്ല.